കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഗീതവും ഗോവിന്ദോട് ഹണിമൂൺ ആഘോഷിക്കാനായിട്ട് റിസോർട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണ്. അങ്ങനെ രാധികാമ്മയോട് വലിയ കള്ളമൊക്കെ പറഞ്ഞു, തനിക്ക് വലിയ ബിസിനസ് മീറ്റിംഗ് ഉണ്ട് മുംബൈയില് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഇറങ്ങുവാണ്. ഈ സമയം ഗീതുവോ തനിക്ക് തന്റെ അമ്മേനെ നോക്കണം, അമ്മ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് വിലാസിന്റെ അരിയിലേക്ക് എത്തുകയാണ്. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം വിനോദും ഭദ്രനുമാണ്. വിനോദിനെ പിന്നീട് പ്രിയയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുവാണ്. കുറച്ചു ദിവസം പ്രിയയുടെ അടുത്ത് പോയി നിൽക്കുക, അവിടെ അടിച്ചു പൊളിക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുക. പക്ഷെ ഭദ്രനെ മയക്കാനായിട്ട് ഉള്ള ഒരു തന്ത്രം വിലാസിനെ പറഞ്ഞു കൊടുത്തു. മദ്യം വാങ്ങിച്ചു കൊടുത്താൽ മതി, അങ്ങേരെ അവിടെ കുടിച്ച് ലക്കില്ലാതെ കിടന്നോളും, പിന്നെ ഒരു ശല്യം ഉണ്ടാകത്തില്ലെന്ന്. അങ്ങനെ ഭദ്രന് മദ്യവും മേടിച്ചു കൊടുക്കുകയാണ്. പിന്നീട് വിലാസിനോട് അനുഗ്രഹത്തോടു കൂടിയാണ് ഗീതവും കൊന്ന് റിസോർട്ടിലേക്ക് പോകുന്നത്. വിലാസിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവർ രണ്ടുപേരും ഒന്നിക്കണം, അവരുടെ ഒരു കുഞ്ഞിനെ തനിക്ക് കൊഞ്ചിക്കണം, എന്നിട്ട് താൻ മരിക്കണം എന്നുള്ള ആഗ്രഹം. ആ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം എന്നുള്ള ഗീതുവിന്റെയും ഗോവിന്ദിന്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി പ്രണയം തുറന്നു പറഞ്ഞിട്ട് പോലും അവർക്ക് ഒന്നാവാനുള്ള ഒരു അവസരം കിട്ടിയില്ല. അങ്ങനെ അവരുടെയൊക്കെ യാത്ര പറഞ്ഞ് നേരെ റിസോർട്ടിലേക്ക് പോവാണ്. ഗീതവും ഗോവിന്ദും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഈ സമയത്ത് രാധികാമ്മ എന്ത് ചെയ്യണം, രാധികാമ്മ ഒരു തീരുമാനം എടുത്തു. ഓണമൊക്കെ അല്ല വരുന്നേ, ഓണമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കും ഒന്ന് അടിച്ചു പൊളിക്കേണ്ടതെന്ന് ചോദിക്കുക. വരുന്നോട് പറഞ്ഞിട്ട് കാര്യം ചെയ്യാം, രേഖേനും കൂട്ടിക്കോ, നമുക്കൊരു ട്രിപ്പ് അങ്ങോട്ട് പോയേക്കാന്ന് പറയാം. ഇത് കേട്ടും വരും പറഞ്ഞു, എങ്ങോട്ടാമേ, അതൊക്കെ നമുക്ക് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യാം, രേഖേനെ കാഞ്ചനെ അവരെല്ലാരും കൂടെ വിളിച്ചോ. അത് മാത്രമല്ല വിനോദം വന്നിട്ടുണ്ടല്ലോ, അപ്പൊ പ്രിയമോൾക്കും ഒരു എൻജോയ്മെന്റ് ആവും ഡെലിവറിക്കൊക്കെ മുമ്പ് തന്നെ. അതുകൊണ്ട് നമുക്ക് ഈ ഓണക്കാലം അങ്ങോട്ട് റിസോർട്ടിൽ അങ്ങോട്ട് അടിച്ചു പൊളിക്കാന്ന് പറയാണ്. അങ്ങനെ അവരും ആ തീരുമാനമൊക്കെ എടുക്കുകയാണ്. അങ്ങനെ അവരും അവിടെ നിന്ന് പുറപ്പെടുവാണ്. ഈ സമയം ഇതൊന്നും അറിയില്ലാതെ ഗീതവും ഗോവിന്ദും കൂടെ റിസോർട്ടിലേക്ക് വന്നു കയറുക. അങ്ങനെ ഒരു വമ്പ സ്വീകരണം തന്നെയാണ് ഗീതുവിനും ഗോവിന്ദിനും കിട്ടിയത് തന്നെ. അങ്ങോട്ട് വന്നു കയറുമ്പോഴത്തേനും ഗീതു ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇനിയിപ്പൊ തങ്ങളെ ഇവിടെ ആരും വിലക്കില്ല, തങ്ങളെ തോൽപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് ആരും വരത്തില്ല, രാധികാമ്മയുടെ ശല്യം ഉണ്ടാകത്തില്ല, ആരുടെ ഒരു കണ്ണില്ലാതെ തങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ സന്തോഷമായിട്ട് കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കാൻ ഒരു മോഹങ്ങളുമായിട്ടാണ് അവർ റിസോർട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഗീതു ഗോവിന്ദനോട് പറഞ്ഞു, അതെ ഇപ്പോഴും എനിക്കൊരു സമാധാനമായത്, രാധികാമ്മയുടെ കണ്ണു പെടത്തില്ലോ എന്ന് പറയാം. ദേ വെറുതെ എന്തിനാ എപ്പോഴും രാധികാമ്മനെ കുറ്റപ്പെടുത്തുന്നേ നിൽക്കും, പിന്നെ രാധികാമ്മ കാരണമല്ലേ, അല്ലെങ്കിൽ നമുക്ക് ആ വീട്ടിലെങ്ങാനും നമ്മുടെ ആദ്യരാത്രി ആഘോഷിച്ച പോലെ ഇത്രയ്ക്ക് ദൂരം വരേണ്ട കാര്യമുണ്ടെന്ന് നിൽക്കും. അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതനെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കണം ഗോവിന്ദ്. ഈ സമയം ഗീത അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നീട് ചോദിച്ചു, അല്ല രാധികാമ്മ വിളിക്കുകയോ മറ്റോ ചെയ്തെന്ന് ചോദിക്കും. വിളിച്ചില്ല എന്ന് പറയണം. രാധികാമ്മ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ വീട്ടിലായിരിക്കും എന്നോർത്താ ഇരിക്കണേ. എന്താണെങ്കിലും രാധികാമ്മയുടെ നല്ല പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗീതന്റെ മനസ്സിലെ ആഗ്രഹം എത്രയും പെട്ടെന്ന് കണ്ണേണ്ണുമായിട്ട് ഒന്നാവണം. രണ്ട് ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്, രാധികാമ്മനെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒന്നാവണം. ഈ തവണ ഇങ്ങനെ തനിക്ക് ജയിക്കണം, ആ ഒരു ചിന്തയായിരുന്നു ഗീതുവിന്റെ മനസ്സിൽ. പക്ഷെ ഗോവിന്ദന് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഗോവിന്ദന്റെ വിചാരം എന്താ, ഗീതുവിന് തന്നുള്ള പ്രണയം കൂടുതൽ കൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒന്നാവണമെന്ന് ഇവിടെ തീരുമാനിക്കുന്നതാണ്. ഈ സമയം രാധികാമ്മയും വരുണും അവരെല്ലാരും കൂടെ അങ്ങോട്ട് ആ റിസോർട്ടിലേക്ക് വരുവാണ്. അവർ വന്ന കാര്യമൊന്നും ഗീതുവോ ഗോവിന്ദോ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എന്ത് ചെയ്യണം, ഗോവിന്ദ് പറഞ്ഞു, അതെ നമ്മളിവിടെ വന്നിട്ട് ഇതിനകത്ത് കയറി തന്നെ ഇരുന്നിട്ട് കാര്യമില്ലോ, നമുക്ക് പുറത്തേക്ക് ഒന്ന് ചുറ്റി അടിക്കാന്ന് പറയണം. ഗീതു ശരിയാ എന്നും പറഞ്ഞ് അവിടെ അവര് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് പെട്ടെന്ന് ഗീതു ആ കാഴ്ച കാണുന്നത്. രാധികാമ്മ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഒരു നിമിഷം ഗീതു ഞെട്ടിപ്പോയി. രാധികാമ്മ തന്നെയാണ്, നോക്കൂ ശരിയാ രാധികാമ്മ തന്നെയാണ്. പിന്നെ നോക്കുമ്പോഴത്തേനും വരുണും രേഖ എല്ലാവരും ഉണ്ട്. ചതിച്ചല്ല ഭഗവാനെ എന്ന് പറഞ്ഞ് ഓടി മുറിയിലേക്ക് കയറുവാണ്. അല്ല എന്ത് പറ്റി, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ? ദേ അവരിവിടെ വന്നിട്ടുണ്ട്, ആ പിശാശ് എന്ന് പറയണം. പിശാശോ, അതാരാ? ദേ നിങ്ങളുടെ വളർത്തമ്മ. രാധികാമ്മയാ? സത്യം പറ, നിങ്ങൾ പറഞ്ഞാലും ഇങ്ങോട്ട് വരുന്ന കാര്യം എന്തായാലും. എന്റെ ഗീതു അങ്ങനെയാണ്, പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അന്ന് അവരെങ്ങനെയാ മണത്തറിഞ്ഞിട്ടുണ്ട്, അവരിവിടെ വന്നിട്ടുണ്ടെന്ന് പറയണം. അവര് മാത്രല്ല വീട് മൊത്തം അടച്ച് എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടോ ഗോവിന്ദ് പറഞ്ഞു, പെട്ടല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും, എന്ത് ചെയ്യാനാ, ഒരു കാര്യം ചെയ്യാം, നേരെ തലയെ മുണ്ട് വിട്ടോണ്ട് ഇറങ്ങി പോയേക്കാം. ഈ സമയത്താണ് വീട്ടിൽ ആരും കാണത്തില്ലെന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, അങ്ങനെ നമുക്കിങ്ങ് തോറ്റു പിന്മാറാൻ പറ്റുമോ? പിന്നെ എന്ത് ചെയ്യാനാ, ഒരു സമാധാനം സ്വസ്ഥതയും കിട്ടൂലോ എന്ന് ഓർത്തന്നെ ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴോ പട പിടിച്ച് പന്തളത്തി എന്നപ്പോ പന്തം കൊളുത്തി പ്രകടനം എന്ന് പറഞ്ഞാലും അവസ്ഥയായിപ്പോയി. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക. നീ സമാധാനപ്പെട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാന്ന് പറയണം. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. ഒരു ഹണിമൂണും വേണ്ട, ആദ്യരാത്രിയും വേണ്ട, നമുക്ക് അതിനുള്ള യോഗ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം. ഇത് കേട്ടൻ ഗോവിന്ദ് പറഞ്ഞു, അതിന് നമ്മളിവിടെ ഉണ്ടെന്ന് അവർക്ക് അറിയത്തില്ലോ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. കുഴപ്പമൊന്നുമില്ല, ഫുഡ് കഴിക്കാനൊക്കെ പോണ സമയത്തെ എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിലോ
ഗോവിന്ദയുടെ മുമ്പേക്ക് പോയെന്നല്ല പറഞ്ഞേ, ഞാനാണെ അമ്മേനെ നോക്കാനും. ഇതിപ്പോ ഒരു നാണക്കേട് വേറെ ഉണ്ടോന്ന് ചോദിക്കാം. ഇതെങ്ങാനും പ്രിയ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അവൾ എന്ത് വിചാരിക്കുന്നു ചോദിക്കുക. എന്ത് വിചാരിക്കാനാ, ഉള്ള സത്യങ്ങളൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞേക്കണം. പ്രിയയോട്. പ്രിയ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയയ്ക്ക് അത് മനസ്സിലാവുമോ? അല്ലെങ്കിൽ തന്നെ എന്തുമാത്രം അടിയുണ്ടാക്കിയ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. പിന്നീട് രാധികാമ്മ എന്ത് ചെയ്യണം, ഗോവിന്ദനെ വിളിക്കുവാണ്. ഗോവിന്ദനാണ് വല്ലാത്ത ടെൻഷൻ. ഇതേ അമ്മ വിളിക്കുന്നു പറയാ, എടുക്കെടുക്ക്, വിളിച്ചങ്ങോട്ട് സംസാരിക്കുക, എന്നിട്ട് റിസോർട്ടിലുണ്ട് ഇങ്ങോട്ട് കയറി വരാൻ പറ മുറിയിലേക്ക് എന്ന് പറയണം. ഒന്ന് മിണ്ടാതിരിക്കുന്നു പറയണം ഗീതുവിനോട്. പിന്നീട് രാധികാമ്മ വിളിച്ചിട്ട്, ആ കണ്ണ നീ എന്തെടുക്കാന്ന് ചോദിക്കാൻ. ഇതമ്മ ഞാൻ റൂമിൽ വന്നെന്ന് പറയണം. യാത്രയൊക്കെ സുഖമായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേന്ന് ചോദിക്കണേ. ഒരു കുഴപ്പമില്ലായിരുന്നമ്മേ, യാത്രയൊക്കെ സുഖമായിരിക്കും പറയണം. അല്ല അമ്മ എന്തെടുക്കാന്ന് ചോദിക്കണം. ഇത് ഞങ്ങളിവിടെ എന്താണെങ്കിലും വീട്ടിൽ ആരുമില്ല, ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ റിസോർട്ടിൽ അടിച്ചു പൊളിക്കാൻ ഇങ്ങോട്ട് വന്നേക്കുവാന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശരി അന്നെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് രാധികാമ്മ ഫോൺ കട്ട് ചെയ്യുവാണ്. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞ് അവർ ഓണം അടിച്ചു പൊളിക്കാനായിട്ട് വന്നിരിക്കുന്ന. എന്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? വിശന്നാ പോലും ഫുഡ് കഴിക്കാൻ പോലും പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല. എപ്പോഴേത് സമയത്താണ് അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നതെന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ഗീത പറഞ്ഞൊരു കാര്യം ചെയ്യേ, പട്ടിണി കിടന്നാൽ മതി എന്ന് പറയാണ്. ഗീതയുടെ വല്ല ദേഷ്യവും സങ്കടമൊക്കെ ആയിരുന്നു. ഈ സമയം ഭദ്രൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഭദ്രന് മദ്യക്കുപ്പി കിട്ടിയതുകൊണ്ട് ഭദ്രൻ അങ്ങോട്ട് അടിച്ച് ഫിറ്റായിട്ട് ഇരിക്കുകയാണ്. അടിച്ച് ഫിറ്റായത് മാത്രമല്ല, വിലാസിനെ നോക്കാനായിട്ടാണ് കോമ്പിനേഷനെ ഏർപ്പാടാക്കിയത്. പക്ഷേങ്കിൽ ഭദ്രന്റെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കും. വിലാസിന് കുറെ സമയം കഴിഞ്ഞ് വിലാസിനേക്ക് ദേഷ്യം വന്നു. വിലാസിനേക്ക് മനസ്സിലായി ഭദ്രന്റെ സൂക്കേട് എന്താന്നുള്ളത്. കാരണം വിലാസിനെ നോക്കാൻ വന്നാലും ഭദ്രന് മസാജ് ചെയ്ത് കൊടുക്കണം. കൈ വേദന എടുക്കുന്നു, കാല് വേദന എടുക്കുന്നു, അങ്ങനെ 100 പ്രശ്നങ്ങളാ. അവസാനം ദേഷ്യം വന്നു കഴിഞ്ഞപ്പോ ഹോം നേഴ്സ് ഒരു കാര്യം പറഞ്ഞേക്കാം. അതെ, ഞാൻ നിങ്ങളെ നോക്കാൻ വന്നല്ല, മാഡത്തിനെ നോക്കാൻ വന്ന. ഇനി കൂടുതൽ കളിച്ചിട്ടുണ്ടല്ലോ, ദേ സാറിന്റെ മോളോട് ഞാൻ വിളിച്ച് കാര്യങ്ങൾ പറയുമെന്ന് പറയാം. ഇത് കേട്ടൻ ഭദ്രൻ വിളിച്ചു, എന്റെ പൊന്നു പെങ്ങളെ ചതിക്കരുതെന്ന് പറയണം. എന്നാ പിന്നെ അടങ്ങി ഇരുന്നോടെന്ന് പറയണം. ഭദ്രനാണെങ്കിൽ നല്ല തീറ്റയും തിന്നണം, മദ്യം കുടിക്കണം. അപ്പൊ തീറ്റ തിന്നാനായിട്ട് വേറൊരു കുക്കിനെ അവിടെ നിയമിച്ചിട്ടുണ്ട്, ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അയാളോട് ഓരോന്നോരോന്ന് ഇങ്ങനെ ഓർഡർ ഇട്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം കണ്ടപ്പോൾ വിലാസിനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത്രയും കാലം താൻ തന്റെ കൂടെ കൂട്ടിയ ഒരു വിഷപ്പാമ്പിനെയാന്നുള്ള സത്യം ഇത്രയുമായിട്ട് പോലും ഭദ്രേട്ടൻ പഠിച്ചിട്ടില്ല. തനിക്ക് ഇത്രയും വലിയ അസുഖമാണെന്ന് പറഞ്ഞിട്ടും തന്നോട് സെന്റിമെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലെങ്കിലും ഗോവിന്ദനെയും ഗീതുവിന്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് താൻ ഭദ്രേട്ടനോടൊപ്പം കൂട്ടുവന്നു. പക്ഷെ അതിന് തനിക്ക് കിട്ടിയ ശിഷ്യോ ഈ അസുഖം. പക്ഷെ ഇപ്പോഴും ഭദ്രേട്ടൻ നല്ല സൂചിച്ച് ജീവിക്കുന്നു. ഇയാളെ ഒറ്റയടിക്കൽ കൊന്നാലോ, എന്താണെങ്കിലും താൻ മരിക്കും. അതിന് മുമ്പ് ഇങ്ങേരം കൂടെ കൊല്ലുവാണെങ്കിൽ തന്റെ മക്കളെങ്കിലും രക്ഷപ്പെട്ട് പോയിക്കോളും. അങ്ങനെ ഒരു ചിന്ത വിലാസിന്റെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പിന്നീട് വിലാസിനെ ഗീതനെ വിളിക്കുകയാണ്. ഗീതനെ വിളിച്ചിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക. ഗീതു വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് ആലോചിച്ച് ഇനിയിപ്പം രാധികാമ്മയ്ക്ക് ഇവിടെ വന്ന കാര്യം പറയണോ? വേണ്ട. ഒന്നാമത്തെ കാര്യം അമ്മ സർജറി ചെയ്തിരിക്കുക, സന്തോഷമായിട്ട് ഇരിക്കാന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇനിയിപ്പം ഇവരും കൂടെ ഇവിടെ വന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സമാധാനക്കേടാവും, അമ്മയുടെ മനസ്സ് വേദനിക്കും. അതുകൊണ്ട് ഗീതു അങ്ങോട്ട് സന്തോഷം അഭിനയിക്കുകയാണ്. പിന്നീട് വിലാസിനോട് അറിയാലോ, ഒരു കാര്യം ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, വരുമ്പം അതെ വയറ്റിലൊരാളും കൂടെ ആയിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ടെന്ന് പറയണം. ഇത് കേട്ടൻ ഗീതു പറഞ്ഞു, അതെ അതൊക്കെ ദൈവം തരുന്നതല്ലേ അമ്മേ, അതെല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേന്ന് ചോദിക്കും. അതൊക്കെ എനിക്കറിയാം, അതൊക്കെ ശരി തന്നെ. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാന്ന് പറയാണ്. പിന്നീട് അങ്ങോട്ട് ഫോൺ വെക്കുക. ഗീതുവിന് വല്ലാത്ത ടെൻഷൻ. കുറെ സമയം കഴിഞ്ഞപ്പോൾ ഗീതു പറഞ്ഞു, എനിക്ക് വിശക്കാൻ തുടങ്ങിയെന്ന് പറയാം. ഫുഡ് കഴിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് താഴെ പോയി ഫുഡ് കഴിക്കാന്ന് പറയാം. താഴേക്ക് പോയി കഴിയുമ്പോൾ അവരെങ്ങാനും വന്നാലോ, അത് കുഴപ്പമില്ല, വരാൻ പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാൻ പോയിരിക്കുക. ഫുഡ് കഴിക്കാണ്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേനുമാണ് രാധികാമ്മ വരണമൊക്കെ അങ്ങോട്ട് വരുന്നത്. അവരാണെങ്കിൽ അപ്പുറത്ത് വന്ന് ഫുഡ് കഴിക്കാണ്ടിരുന്നു. ഗോവിന്ദ് എന്തേ രാധികാമ്മ വരണമെന്ന് പറയണം. ഈ സമയം ഗീതു പറഞ്ഞ്, എന്ത് ചെയ്യും, എന്ത് ചെയ്യാൻ എനിക്കറിയില്ല എന്ന് പറയണം. പെട്ടെന്ന് ഗീതു എന്ത് ചെയ്യണം, തന്റെ ഷോൾ എടുത്ത് തലവഴിയിട്ട് അങ്ങോട്ട് മൂടുവാണ്. ഇങ്ങനെ ഇരിക്കുക, ഇതാകും പെട്ടെന്ന് അവർ കാണത്തില്ലോ. അവര് കഴിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങി പോകാനും പറ്റത്തില്ല. അവർ കഴിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയിട്ട് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചില്ലെന്ന് വരുത്തിയിട്ട് അവർ എഴുന്നേറ്റ് പോയതിന്റെ മുറിയിലേക്ക് വരുവാണ്. വന്നിപ്പോൾ ഗോവിന്ദനോട് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രാവിലെ തന്നെ നമുക്ക് ഇവിടുന്ന് പോകാന്ന് പറയണം. അതെന്താ, ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആദ്യരാത്രി ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും കണ്ടു അല്ലോ ഇങ്ങോട്ട് നമുക്കിട്ടുള്ള പാരയായിട്ട് കയറി വരുമെന്ന് പറയാം. ഗോവിന്ദൻ നീ ഒന്ന് സമാധാനപ്പെട എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം ഓണത്തിനന്ന് ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പൊ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് ഗീതവും ഗോവിന്ദും കൂടെ പോവാണ്. അങ്ങനെ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്. രാധികാമ്മയും വരുണും എല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നത്. ഗീതുവിന് എന്ത് ചെയ്യണം നടത്തില്ല. പെട്ടെന്ന് ഗീതു പറഞ്ഞു,
ദേ അവര് വന്നിട്ടുണ്ടെന്ന് പറയണം. ഗോവെന്ന് പറഞ്ഞു ബാന്ന് പറഞ്ഞിട്ട് ഗീതുവിന്റെ കയ്യെ പിടിച്ച് അവിടുന്ന് മുങ്ങുവാണ്. ഗീതുവിന് വല്ലാത്ത അസ്വസ്ഥയായി തുടങ്ങി. വീട്ടിലാണെങ്കിലോ അവിടെ ഇവരുടെ ശല്യം കാരണം ഇങ്ങോട്ട് വന്നേ, ഇവിടെ വന്നിട്ടോ ഒരു സ്ഥലത്തൊരു സ്വസ്ഥതയുടെ സമാധാനം കൊടുത്തോടും കൂടി ഒരിടത്തൊന്ന് ഇരിക്കാനോ നിൽക്കാനോ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥ. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, അതെ ഞാൻ ഇന്ന് തന്നെ വീട്ടിലേക്ക് പോവാന്ന് പറയാം. ഗോവെന്ന് പറഞ്ഞു, ഇന്ന് തന്നെ പോവാനാ, പിന്നല്ലാതെ ഇവിടെ ഇങ്ങനെ ഒളിച്ചും പാത്തും ഇങ്ങനെ ഈ ടെൻഷൻ അടിച്ച് കഴിയാൻ നിന്നെ കിട്ടത്തില്ലെന്ന് പറയണം. ഗോവെന്ന് പറഞ്ഞു, എന്തായാലും വന്നല്ലേ, അത് രാധികാമ്മയൊക്കെ നാളെ തന്നെ മിക്കവാറും പോയിക്കോളും, പിന്നെ നമുക്ക് ഒരു ശല്യം ഉണ്ടാകത്തില്ലെന്ന് പറയണം. പിന്നെ ശല്യം ഉണ്ടാകത്തില്ല പോലും, കണ്ടറിയണം എന്ന് പറയാം. നീ ഇങ്ങോട്ട് വാന്ന് പറയണം. ഗീതു ഗോവിന്ദന്റെ അരികിലേക്ക് ചെന്നു. ഗീതുവിന്റെ ആവശ്യം കൂടെയാണ് ഒന്നാവണം എന്നുള്ളത്. അങ്ങനെ ഗോവിന്ദന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയം ഗോവിന്ദ് ഗീതുവിനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ പതുക്കെ ഗീതുവിനുമായിട്ട് ഒരു റൊമാൻറ്റിക് മൂഡിൽ അങ്ങോട്ട് വരുവാണ്. ഗീതുവിനെ കെട്ടിപ്പിടിച്ച് അവർ ഒന്നാവാനായിട്ടുള്ള ആ മൂഡിലേക്ക് വന്ന സമയത്താണ് കഥയെ മുട്ടുന്ന കേട്ടെ. ആ ശബ്ദം കേട്ട് ഗീതുവും ഗോവിന്ദും പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുവാണ്. അപ്പൊ ആരാ എന്താണെന്നും അറിയത്തില്ല. രാധികാമ്മയാണോ ഇനിയിപ്പോ അവിടുത്തെ റിസോർട്ടിലെ വെയിറ്റർ ആണോ അതിനൊന്നും അറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ ആണ്ടിലെങ്ങും ആദ്യരാത്രി നടക്കുമെന്ന് തോന്നില്ല. അവരുടെ ആദ്യരാത്രി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രാധികാമ്മ കച്ച കെട്ടിയിരിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഗീത 2 ദിവസം സമയം പറഞ്ഞിരിക്കുന്നത്. ആ 2 ദിവസത്തിനുള്ളിൽ ഗീതു എങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി അവർ രണ്ടുപേരും ഒന്നായിരിക്കും. രാധികാമ്മയ്ക്ക് ടെട്ടിന്റെ പണി കൊടുക്കുകയും തന്നെ ചെയ്യും. അതേ ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്താണെന്നറിയാൻ വേണ്ടി നമുക്ക് ഇതിന്റെ ഫുൾ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.